നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിലുള്ള പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്തത്? ക്യാരക്ടർ CH is equal to capital A, int age is equal to 45. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂസ്, അതായത് ഹാർഡ് കോഡുള്ള വാല്യൂസ് ഡയറക്റ്റ് അസൈൻ ചെയ്യണം. അതായത് CH എന്നതിലേക്ക് ക്യാപിറ്റൽ A ആണ് അസൈൻ ചെയ്യുന്നത്, ഏജ് എന്ന വേരിയബിളിലേക്ക് 45 ആണ് അസൈൻ ചെയ്യുന്നത്. ഇതിന് പകരം യൂസറിൽ നിന്ന്, ഇപ്പം ഞാനാണ് യൂസർ, ഇപ്പം എന്നിൽ നിന്ന് വാല്യൂസ് ഇൻപുട്ടായിട്ട് കിട്ടണമെന്നിരിക്കും. അത് എന്നോട് ചോദിക്കുക ഏജ് എത്രയാണ്, ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും 25. ആ ഏജ് ആണ് എനിക്ക് ഇവിടെ പ്രിന്റ് എഫിൽ പ്രിന്റ് ചെയ്യേണ്ടത്. അതേപോലെ എന്നോട് തന്നെ ചോദിക്കുക ഒരു ക്യാരക്ടർ ഒന്ന് പ്രിന്റ് ചെയ്യുന്നു, ഞാൻ ക്യാപിറ്റൽ ആക്കി പകരം ഒരു ക്യാപിറ്റൽ സെറ്റാ അല്ലെങ്കിൽ ജസ്റ്റ് വേറെ ഏതെങ്കിലും ലെറ്റർ, സ്മോൾ ലെറ്റർ H, അങ്ങനെ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് യൂസറിൽ നിന്ന് വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക? അതിന് യൂസ് ചെയ്യുന്നതാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. അതായത് സ്കാൻഎഫ് ആണ് അതിന് യൂസ് ചെയ്യുക. സ്കാൻഎഫ് കൊടുക്കുക, അതിന്റെ ഉള്ളിൽ ഡബിൾ കോട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ വാല്യൂ ആണ് എനിക്ക് റീഡ് ചെയ്യേണ്ടത്. ക്യാരക്ടർ വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടതെങ്കിൽ ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ അല്ലേ, അപ്പൊ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്താ? അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %C ആണ്, അത് കൊടുക്കുക. വേറെ ഒന്നും സ്കാൻഎഫിന് ഡബിൾ കോട്ടിന്റെ അകത്ത് കൊടുക്കരുത്, ജസ്റ്റ് അത് അവസാനിപ്പിക്കുക. അതിനുശേഷം കോമ കൊടുക്കുക. അതിനുശേഷം സ്കാൻഎഫ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും സ്കാൻഎഫിന്റെ വേരിയബിൾ നെയിം ആണ് ഇവിടെ കൊടുക്കുക. കോമയ്ക്ക് ശേഷം ഇവിടെ പ്രിന്റ് എഫിലും കോമയ്ക്ക് ശേഷം വേരിയബിൾ നെയിം ആണ് കൊടുത്തത്. പക്ഷെ സ്കാൻഎഫ് കൊടുക്കുമ്പോൾ ആംപർസെന്റ് കൊടുക്കുക, അതിനുശേഷം വേരിയബിൾ നെയിം കൊടുക്കുക. ഈ ആംപർസെന്റ് എന്ന് ഉദ്ദേശിച്ചത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. അതായത് CH കൊണ്ടുള്ള വേരിയബിൾ കറക്റ്റ് ആയിട്ടുള്ള ഈ കറക്റ്റ് അഡ്രസ് നമുക്ക് കിട്ടണം. ടു ഒബ്റ്റെയിൻ ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡ്രസ് ഓപ്പറേറ്റർ. നമ്മൾ CH എന്ന വേരിയബിളിന്റെ അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആംപർസെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ അതാത് അഡ്രസ്സിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്, സ്കാൻഎഫിൽ ഈ സിമ്പിളിനെ പറയുന്ന പേരാണ് ആംപർസെന്റ് സിമ്പിൾ. ഇറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ഒബ്റ്റെയിൻ ദി മെമ്മറി അഡ്രസ് ഓഫ് എ വേരിയബിൾ. അതായത് ഇവിടെ CH എന്ന വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആംപർസെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത് എനിക്ക് എന്താണ് റീഡ് ചെയ്യേണ്ടത്? സ്കാൻഎഫ്, അതിനുശേഷം ബ്രാക്കറ്റ്, അടുത്ത് എനിക്ക് റീഡ് ചെയ്യേണ്ടത് ഏജ് ആണ്. ഏജ് പറഞ്ഞാൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ അവിടെ നമുക്ക് ഒന്നെങ്കിൽ %D യൂസ് ചെയ്യാം, അല്ലെങ്കിൽ %I യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഡബിൾ കോട്ട് അവസാനിപ്പിച്ചു, കോമ. അതിനുശേഷം ആംപർസെന്റ് കൊടുക്കണം, അഡ്രസ് ഓപ്പറേറ്റർ. കറക്റ്റ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ് കിട്ടണമെങ്കിൽ അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കുക. അതിനുശേഷം ഈ വേരിയബിൾ നെയിം എന്താ? ഏജ് കൊടുക്കുക. അതിനുശേഷം സെമിക്കോളൻ കൊടുക്കുക. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ഒക്കെ കിട്ടും, പക്ഷെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് അല്ല. അതായത് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്, മനസ്സിലാവില്ല ഇതെന്തോ ഒരു ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലൊന്നും ഡിസ്പ്ലേ ആവില്ല. അതായത് ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ കണ്ട ഇവിടെ കേഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് യൂസറിൽ നിന്ന് ഒരു ക്യാരക്ടർ വാല്യൂ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യും. അപ്പൊ F ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഞാൻ അടുത്ത സ്കാൻഎഫ് പറഞ്ഞാൽ രണ്ടാമത്തെ സ്കാൻഎഫ് എന്തിനാ? ഒരു ഏജ്, ഇൻറ്റിജർ ഏജ്, ഒരു ഏജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഏജ് 45 ടൈപ്പ് ചെയ്തായിരിക്കും, എൻ്റർ അടിച്ചു. അപ്പൊ ഏജ് 45 സ്റ്റോർ ചെയ്തു, ക്യാരക്ടർ F പ്രിന്റ് ചെയ്തു. പക്ഷെ നമുക്ക് മനസ്സിലാവണില്ല ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം എഴുതിയിട്ട് ഇപ്പോൾ റൺ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലായി. പക്ഷെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ സ്കാൻഎഫ് എപ്പോഴും യൂസ് ചെയ്യുമ്പോഴും അതിന്റെ തൊട്ട് മുന്നേ പ്രിന്റ് എഫും കൂടി യൂസ് ചെയ്യുക. അതായത് ജസ്റ്റ് ഇവിടെ പ്രിന്റ് എഫ് കൊടുക്കുക, പ്രിന്റ് എഫ് എൻ്റർ എ ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടർ അല്ലേ, എൻ്റർ എ ക്യാരക്ടർ കൊടുത്തു. അതിനുശേഷം ഇവിടെ സെമിക്കോളൻ നമ്മൾ കോട്ട് അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ കറക്റ്റ് എൻ്റർ എ ക്യാരക്ടർ കൊടുത്തു. ഇപ്പൊ ക്യാരക്ടർ സ്റ്റോർ ആയി. അതിനുശേഷം വീണ്ടും പ്രിന്റ് എഫ് കൊടുക്കുക, എൻ്റർ യുവർ ഏജ്, എൻ്റർ യുവർ ഏജ്. ഈ പ്രോഗ്രാം റൺ ചെയ്ത ആദ്യത്തെ ഡിസ്പ്ലേയിൽ എൻ്റർ എ ക്യാരക്ടർ വരും. എന്നിട്ട് കേഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റർ യുവർ ഏജ് എന്ന് വരും. നമുക്ക് ആ പ്രോഗ്രാം ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് പ്രോഗ്രാം സേവ് ചെയ്തു. എപ്പോൾ സേവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റൺ ചെയ്യുന്നതിന് മുന്നേ കമ്പൈൽ ചെയ്യണം. GCC ഫയൽ നെയിം അടിക്കുക, അപ്പൊ കമ്പൈൽ ആയി. ഇനി റൺ ചെയ്യുക. ഇപ്പൊ കണ്ട എൻ്റർ എ ക്യാരക്ടർ, ഞാൻ ജസ്റ്റ് G ടൈപ്പ് ചെയ്തു, അതിനുശേഷം എൻ്റർ അടിച്ചു. ഇനി എൻ്റെ ഏജ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു, 25 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ കണ്ട ഏജ് is equal to 25, ക്യാരക്ടർ is equal to 5. ഇല്ല, ഏജ് is equal to 25, ക്യാരക്ടർ is equal to, അത് പ്രിന്റ് ചെയ്യാൻ കാരണം ഈ രണ്ട് പ്രിന്റ് എഫ് കൊടുത്തോണ്ടോ. ഇനി ഞാൻ ഇത് രണ്ടും ഈ ആദ്യം ഞാൻ ക്യാരക്ടർ ആണ് ഇതിൽ നിന്ന് റീഡ് ചെയ്തത്. ഇനി അതിനുശേഷമാണ് ഏജ് റീഡ് ചെയ്തത്. അതിന് പകരം ഞാൻ റീഡ് ചെയ്യുന്നത് ജസ്റ്റ് ഡിഫറെന്റ് ഓർഡർ ആക്കി വിചാരിക്കുക. അതായത് ആദ്യം ഞാൻ ഏജ് ആണ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. എൻ്റർ യുവർ ഏജ്, ആദ്യം ഏജ് ആണ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. അതിനുശേഷമാണ് ക്യാരക്ടർ വാല്യൂസ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു.
അപ്പോൾ ഞാൻ ജസ്റ്റ് 25 അടിച്ചു, ഏജ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ കീബോർഡിൽ എൻ്റർ കീ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം കണ്ടോ? എൻ്റർ എ ക്യാരക്ടർ, ഏജ് ഈസ് ഈക്വൽ ടു 25, ക്യാരക്ടർ ഈസ് ഈക്വൽ ടു, അതിനുശേഷം ന്യൂ ലൈൻ. നമ്മളപ്പോൾ 25 ശേഷം അടിക്കുന്ന എൻ്റർ ഇല്ലേ, എൻ്റർ തന്നെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ, അതായത് ഇൻപുട്ട് ബഫറും ഔട്ട്പുട്ട് ബഫറും എന്ന കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അവസാനം ടൈപ്പ് ചെയ്തത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ പെർസെൻറ്റേജ് സീഡ് അവിടെ, ഈ പെർസെൻറ്റേജ് സീല് അതിന് തൊട്ട് മുന്നേ ഒരു സ്പേസ് കൊടുക്കുക, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരു എൻ്റർ അടിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഇല്ലേ, അത് ജസ്റ്റ് ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. അതായത് എൻ്റർ ക്യാരക്ടർ അടിക്കുക, അതിനുശേഷം സ്കാൻഎഫിന്റെ അകത്ത് ഒരു ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുക. ഇനി ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു, അതിനുശേഷം ജസ്റ്റ് കമ്പയർ ചെയ്തു, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഇനി ഞാൻ എൻ്റർ ഏജ് 25 അടിച്ചു, ക്യാരക്ടർ എൽ അടിച്ചു. ഇപ്പൊ കണ്ടോ, ഒരു കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഈ മെത്തേഡ് പറ്റും, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഞാൻ ഇത് കമന്റ് ആക്കിയിട്ടാണ്, ജസ്റ്റ് കമന്റ് ആക്കിയിട്ടു. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെ ഗെറ്റ് ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്കാൻഎഫിൽ ജസ്റ്റ് പെർസെൻറ്റേജ് സി യൂസ് ചെയ്താൽ മതി, അപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് സിയുടെ തൊട്ട് മുന്നേ സ്പേസ് കൊടുക്കുക, അതായത് ഇങ്ങനെ കൊടുക്കുക, സേവ് ചെയ്യുക. ഗെറ്റ് ക്യാരക്ടർ പറഞ്ഞാൽ നമ്മൾ ഏജ് ആദ്യക്ക് ടൈപ്പ് ചെയ്യും, ഏജ് 25 ടൈപ്പ് ചെയ്താൽ 25 കിട്ടും. അതിനുശേഷം എൻ്റർ കീ ടൈപ്പ് ചെയ്യില്ലേ, ആ കീ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗെറ്റർ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് WQ അടിക്കട്ടോ. അതിനുശേഷം ഞാൻ ജസ്റ്റ് അതേ പ്രോഗ്രാം റൺ ചെയ്തു, അതിനുശേഷം ആദ്യക്ക് കമ്പയർ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. ഇനി എൻ്റർ ഏജ് 26 ടൈപ്പ് ചെയ്തു, ക്യാരക്ടർ എഫ് ടൈപ്പ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ട ഏജ് 26, ക്യാരക്ടർ എഫ് കറക്റ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ആദ്യക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് റീഡ് ചെയ്തിട്ട് പിന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇൻപുട്ട് ബഫർ ഔട്ട്പുട്ട് ബഫർ ആ കൺസെപ്റ്റ് കാരണമാണ് ഇതുണ്ടാവുന്നത്. അപ്പൊ അതൊന്നെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഗെറ്റ് ക്യാരക്ടർ പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് ക്യാരക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇൻറ്റിജർ ടൈപ്പ് ചെയ്തതിനു ശേഷമുള്ള എൻ്റർ ടൈപ്പ് ചെയ്യില്ലേ, ആ ക്യാരക്ടർ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ഗെറ്റ് ക്യാരക്ടർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് കമന്റ് ആക്കിയിട്ട് ഒന്നെങ്കിൽ ഗെറ്റ് ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കമന്റ് ആക്കിയിട്ട് ഇതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ സ്കാൻഎഫ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗെറ്റ് ക്യാരക്ടർ സ്കാൻഎഫിന് ശേഷം ഇവിടെ കൊടുക്കുക. രണ്ട് മെത്തേഡും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോബ്ലം വരുമ്പോൾ ചെയ്താൽ മതി. ഇത് വേറെ കാരണം ഇൻപുട്ട് ബഫർ ആ കൺസെപ്റ്റ് കാരണമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പ്രോബ്ലത്തിൽ ഞാൻ 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏജ്, ഇൻഡ് ഏജ്, ഡബിൾ ഹൈറ്റ്, ഫ്ലോട്ട് ആവറേജ്. നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലത്തിൽ ജസ്റ്റ് ആദ്യക്ക് ഏജ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഡിസ്പ്ലേയിൽ ആദ്യം എൻ്റർ യുവർ ഏജ് എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് എഫ് യൂസ് ചെയ്യുക, എൻ്റർ യുവർ ഏജ്. അതിനുശേഷം അത് അവസാനിപ്പിക്കുക. ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യണ വാല്യൂ, യൂസർ ടൈപ്പ് ചെയ്യണ ഒരു വാല്യൂ, ഏജ് എത്ര 25 35 എത്രയാണോ വാല്യൂ, ആ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് യൂസ് ചെയ്യുക. സ്കാൻഎഫ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട് കൊടുക്കുക, ഏത് വാല്യൂ ആണോ റീഡ് ചെയ്യുന്നത്. ഇപ്പൊ റീഡ് ചെയ്യുന്ന വാല്യൂ ഏതാ, ഏജ് ആണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ, ഇന്റ് ആണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്തുട്ടാ, പെർസെൻറ്റേജ് ഡി കൊടുക്കുക. അപ്പൊ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക, ജസ്റ്റ് ഒരു കോമ കൊടുക്കുക, ആംബർസെന്റ് കൊടുക്കുക. ആംബർസെന്റ് എന്തിനാ കൊടുക്കുന്നത്, ഏജ് എന്ന വേരിയബിളിന്റെ അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഏജ് കൊടുക്കുക, ജസ്റ്റ് അവസാനിപ്പിക്കുക. ഇനി നമ്മൾ ഇപ്പൊ റീഡ് ചെയ്ത ഏജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് എഫ് കൊടുക്കുക, ഏജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി കൊടുക്കുക. ഇനി ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്ലാഷ് എന്ന് കൊടുക്കുക, അതിനുശേഷം കോമ കൊടുക്കുക. ഇവിടെ പെർസെൻറ്റേജ് ഡി കൊടുത്തുള്ളത് ഏജ് എന്ന വേരിയബിളിന്റെയാണ്. അപ്പോൾ ഈ കോമയ്ക്ക് ശേഷം ആ വേരിയബിളിന്റെ നെയിം കൊടുക്കുക, ജസ്റ്റ് സെമിക്കോളൻ കൊടുക്കുക. ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്യാണ്. അതിനുശേഷം കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് GCC ആ ഫയലിന്റെ നെയിം കൊടുക്കുക, scanf.c. ഒരു എററും ഇല്ല. എറർ ഉണ്ടെങ്കിൽ എറർ മെസ്സേജ് കിട്ടും. അതിനുശേഷം നമ്മൾ റൺ ചെയ്യുക. റൺ ചെയ്തപ്പോൾ എൻ്റർ യുവർ ഏജ് എന്ന് കിട്ടി, 45 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടി. ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് എൻ്റർ യുവർ ഏജ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ, എൻ്റർ യുവർ ഹൈറ്റ്. ഞാൻ ഈ ലൈൻ ജസ്റ്റ് കോപ്പി ചെയ്തു, എൻ്റർ യുവർ ഹൈറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എൻ്റർ യുവർ ഏജിന് പകരം അടുത്ത ഹൈറ്റ് HEIGHT കൊടുത്തു. ഇനി അടുത്ത എന്തൊട്ട് നമ്മൾ ഹൈറ്റ് റീഡ് ചെയ്യണമെങ്കിൽ സ്കാൻഎഫ് വീണ്ടും കൊടുക്കുക. സ്കാൻഎഫ് കൊടുത്തു, ഹൈറ്റിന്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ ആണ്. അപ്പൊ ഡബിൾ ആയതുകൊണ്ട് നമ്മൾ പെർസെൻറ്റേജ് LF ആണ് യൂസ് ചെയ്യുക. LF കൊടുക്കുക, വീണ്ടും ഡബിൾ കോട്ട് അവസാനിപ്പിക്കുക, ആ ഹൈറ്റിന്റെ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. ജസ്റ്റ് വേരിയബിൾ നെയിം കൊടുത്തിട്ട് കാര്യമില്ല. അഡ്രസ് നമുക്ക് കിട്ടണമെങ്കിൽ
അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കണം. അതിനുശേഷം വേരിയബിൾ നെയിം HEIGHT കൊടുക്കുക, ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക, ജസ്റ്റ് സെമിക്കോളൻ കൊടുക്കുക. ഞാൻ ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ ജസ്റ്റ് ഞാൻ YY ലൈൻ ജസ്റ്റ് കോപ്പി ചെയ്യണം. അതിനുശേഷം ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഹൈറ്റ് ആണ്. അപ്പോൾ HEIGHT ഹൈറ്റ് ഈസ് കൊടുക്കേണ്ട, ഈസിന്റെ ആവശ്യമില്ല, ഹൈറ്റ് ഈക്വൽ ടു. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഹൈറ്റ് ആയതുകൊണ്ട് ഹൈറ്റിന്റെ വേരിയബിൾ എന്താ ഡാറ്റ ടൈപ്പ് ഡബിൾ ആണ്. അപ്പൊ അവിടെ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്പെസിഫിക്കർ എന്താ %LF കൊടുക്കുക. അതേപോലെ ഇവിടുത്തെ നെയിമും മാറ്റണം. നെയിമും തൊട്ടാണ് നെയിം മാറ്റിയിട്ട് ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റിന്റെ ഈ നെയിം HEIGHT കൊടുക്കുക. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആദ്യക്ക് പ്രോഗ്രാം സേവ് ചെയ്യുക, അതിനുശേഷം GCC കൊടുക്കുക, അതായത് കമ്പയർ ചെയ്ത് അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തപ്പോൾ ഏജ് ടൈപ്പ് ചെയ്തു. ഏജ് എത്ര വേണ്ടത്? 45 ടൈപ്പ് ചെയ്തു, റൺ ചെയ്തു. അതിനുശേഷം ഹൈറ്റ് എത്ര വേണ്ടത്? 45.26 കൊടുത്തു. അപ്പൊ കണ്ട ഏജ് 45 ടൈപ്പ് ചെയ്തു, ഹൈറ്റ് 45.26, പിന്നെ 4 സീറോസ്. പോയിന്റിന് ശേഷം 6 വാല്യൂസ് ആണ് സാധാരണ ഡീഫോൾട്ട് ആയിട്ട് ഡബിൾ വാല്യൂസ് പ്രിന്റ് ചെയ്യുക. ഇനി ഇതേ പ്രോഗ്രാമിനെ ജസ്റ്റ് വീണ്ടും എടുത്തു. ഈ ഫ്ലോട്ട് വാല്യൂ ഉണ്ട്, ഫ്ലോട്ട് ആവറേജ് വന്നിട്ട് വീണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇനി ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ള 2 പ്രിന്റ് ഓഫ് യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് 2 പ്രിന്റ് ഓഫ് ഒറ്റ പ്രിന്റ് ഓഫിൽ ഇതേ ലൈൻ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ 2 ലൈനും ജസ്റ്റ് കമന്റ് ആക്കി കൊടുക്കണം. ഞാൻ കമന്റ് ആക്കി കൊടുത്തു. ഇനി എനിക്ക് ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഒറ്റ ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓഫ് യൂസ് ചെയ്യുക. അതിനുശേഷം ഏജ് ഈസ് ഈക്വൽ ടു %D, അതിനുശേഷം സ്ലാഷിന് കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് എത്ര? ഏജ് %D, അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് %D കൊടുത്തു. ഹൈറ്റ് ഡബിൾ ആയതുകൊണ്ട് അതിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? %LF കൊടുത്തു. അതിനുശേഷം സ്ലാഷിന് കൊടുക്കുക. അതിനുശേഷം ഡബിൾ കോട്ട് കൊടുക്കുക. ഇനി ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അതേ ഓർഡറിൽ അതാത് വേരിയബിൾ നെയിം കൊടുക്കുക. %D, അതിന്റെ വേരിയബിൾ നെയിം ഏജ് ആണ്, ഏജ് കൊടുത്തു. അതിനുശേഷം അടുത്തത് %LF, അത് ഹൈറ്റ് വേരിയബിൾ ആണ്, ഹൈറ്റിന്റെ വേരിയബിൾ കൊടുക്കുക. അപ്പൊ HEIGHT ഇങ്ങനെ ഒറ്റ ഈ ഡബിൾ കോട്ടിന് ശേഷം ഈ വേരിയബിൾ നെയിം ഈ ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അതേ ഓർഡറിൽ കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു, അതിനുശേഷം റൺ ചെയ്തു. എന്നിട്ട് ഏജ് 29 കൊടുത്തു, ഹൈറ്റ് 95.6 കൊടുത്തു. ഇപ്പൊ കണ്ട ഏജ് 29, ഹൈറ്റ് 95.6. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സ്കാൻഎഫും പ്രിന്റ്എഫും തമ്മിലുള്ള വ്യത്യാസം. ഈ സ്ലാഷിനെ യൂസ് ചെയ്യുന്നത് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ പ്രിന്റ് എഫ് കൊടുക്കുമ്പോൾ ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അതേ ഓർഡറിൽ തന്നെ ഈ കോമയ്ക്ക് ശേഷം നമ്മൾ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. നമ്മളിവിടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ സ്കാൻഎഫ് യൂസ് ചെയ്തു. അതായത് എൻ്റർ യുവർ ഏജ്, അതിനുശേഷം ഏജ് സ്കാൻ ചെയ്തു. അതിനുശേഷം പ്രിന്റ് എഫ് എൻ്റർ യുവർ ഹൈറ്റ്, അത് യൂസറിൽ നിന്ന് റീഡ് ചെയ്തു. അതിന് വീണ്ടും സ്കാൻഎഫ് യൂസ് ചെയ്തു. അതിന് പകരം നമുക്ക് ഒറ്റ പ്രിന്റ് എഫും ഒറ്റ സ്കാൻഎഫും യൂസ് ചെയ്തത് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ആദ്യം ഈ 4 ലൈൻസ് ഞാൻ ജസ്റ്റ് കമന്റ് ആക്കണം. അങ്ങനെ കമന്റ് ആക്കാനുള്ളതാണ്. ജസ്റ്റ് കമന്റ് ഒരു ലൈൻ കമന്റ് ആക്കണമെങ്കിൽ 2 സ്ലാഷ് കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ ലൈൻസ് കമന്റ് ആക്കണമെങ്കിൽ സ്ലാഷ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ, അതിനുശേഷം എൻഡിങ്ങിൽ സ്റ്റാർ കൊടുക്കുക, സ്ലാഷ് കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഒറ്റ ലൈനിൽ കൊടുക്കാനുള്ളതാണ് കൊടുക്കുന്നത്. പ്രിന്റ് എഫ് എൻ്റർ ഏജ് ആൻഡ് ഹൈറ്റ് HEIGHT കൊടുത്തു. അപ്പോൾ സിംഗിൾ ലൈനിൽ എൻ്റർ ഏജ് ആൻഡ് ഹൈറ്റ് അത് വന്നു. അതിനുശേഷം സ്കാൻഎഫ് ചെയ്യുമ്പോൾ SCANF സ്കാൻഎഫ് ചെയ്യേണ്ട ഓർഡറിൽ ഡബിൾ കോട്ടിന്റെ അകത്ത് ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുക. ആദ്യം നമുക്ക് ഏജ് ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ട ഏജ് ആൻഡ് ഹൈറ്റ്. അപ്പൊ ആദ്യം യൂസർ ടൈപ്പ് ചെയ്യുക. ഈ പ്രിന്റ് എഫ് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും. ആദ്യം ഏജ് ടൈപ്പ് ചെയ്യുക, പിന്നെ ഹൈറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഏജിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ ഇന്റ് ആണ്, അല്ല ഏജിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇന്റ് ആണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ കഴിഞ്ഞാൽ %D കൊടുക്കുക. അതിനുശേഷം അടുത്ത ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഡബിൾ ആണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %LF കൊടുക്കുക. അതിനുശേഷം ഡബിൾ കോട്ട് അവസാനിപ്പിക്കുക. കോമയ്ക്ക് ശേഷം അതേ ഓർഡറിൽ അതാത് വേരിയബിൾ ടൈപ്പ് ചെയ്യുക. വേരിയബിൾ മാത്രം ടൈപ്പ് ചെയ്താൽ പോലെ സ്കാൻഎഫിന്റെ ഒപ്പം അഡ്രസ്സും കൂടി ഒപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബർസിന്റെ ഓപ്പറേറ്റർ ടൈപ്പ് ചെയ്യണം. അപ്പൊ ആദ്യം ആംബർസിന്റെ കൊടുത്തു. അതിനുശേഷം %D ഏജിന്റെ വേരിയബിൾ നെയിം ഏജ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം വീണ്ടും കോമ കൊടുത്തു, ആംബർസിന്റെ കൊടുത്തു. അടുത്തത് ഹൈറ്റ് എന്ന വേരിയബിളിന്റെ പേര് കൊടുക്കുക. HEIGHT കൊടുത്തു. അതിനുശേഷം അത് അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക, സെമിക്കോളൻ. ഈ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം കമ്പൈൽ ചെയ്യാൻ GCC അടിക്കുക, ഫയൽ നെയിം അടിക്കുക. അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യക്ക് കണ്ട എൻ്റർ ഏജ് ആൻഡ് ഹൈറ്റ് ഒറ്റ ലൈനിൽ കിട്ടി. അപ്പൊ 45 ഏജ് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു.
അതിനുശേഷം ഞാൻ ഹൈറ്റ് 59.65 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ കണ്ട ഏജ് 45, ഹൈറ്റ് 59.65. അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ട സ്കാൻഎഫിന്റെ അകത്ത് ഡബിൾ കോട്ടിന്റെ അകത്ത് ഫോർമാറ്റ് സ്പെസിഫയറിന്റെ കൊടുക്കുക, അതേ ഓർഡറിൽ തന്നെ വേരിയബിൾ കൊടുക്കുക. സ്കാൻഎഫിന്റെ അകത്ത് വേരിയബിളിന്റെ നെയിം കൊടുക്കുമ്പോൾ തൊട്ട് മുന്നേ ആംബർസിന്റെ ഓപ്പറേറ്റർ, അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കാൻ മറക്കാണ്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക.